പിന്നെ ഞാനായിട്ട് നടത്തിയൊരു മർദ്ദനമുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷവും ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എൻ്റെ ക്ലാസ്സിൽ ജോർജ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിനോട് അനുഭവമുള്ള ഒരാളാണ്. അദ്ദേഹം ക്ലാസ്സിൽ വെച്ച് ഒരിടവേളയിൽ സഖാവ് ഗൗരിയമ്മയെക്കുറിച്ച് വളരെ ആക്ഷേപകരമായ രീതിയിലൊരു മുദ്രാവാക്യം വിളിച്ചു. ആ സമയത്ത് വളരെ പ്രചാരമുള്ളൊരു മുദ്രാവാക്യമായിരുന്നു. ഇത് കേട്ട് ഞാൻ വളരെ പ്രകോപിതനാകുകയും അപ്പോൾ തന്നെ കൈ ചുരുട്ടി ജോർജിന് അതിശക്തമായി ഒരു ഇടി വെച്ച് കൊടുക്കുകയും ചെയ്തു. ഇടി ഭയങ്കര ഇടിയായിരുന്നു. ആ ജോർജാണെങ്കിൽ എൻ്റെ അത്ര ഒരു കായബലമുള്ള ആൾ വരുന്നില്ല. ജോർജ് ഇടി കൊണ്ട് നെഞ്ച് പൊത്തിപ്പിടിച്ചു. അപ്പോൾ പക്ഷേ ജോർജ് തിരിച്ചിടിക്കാനുള്ള സാധ്യത കണ്ടിട്ട് ഞാൻ അതിശക്തമായി ഒരു ഇടി കൂടി കൊടുത്തു. ആ രണ്ടാമത്തെ ഇടി കൂടി ജോർജ് നിലത്ത് ഇരുന്നു. ആ സമയത്ത് ഞാൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. സത്യത്തിൽ ജോർജ് പരാതി കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പരാതിപ്പെട്ടില്ല. കാരണം പ്രകോപനമുണ്ടായത് ജോർജിൻ്റെ ഭാഗത്തു നിന്നാണ്. മാത്രമല്ല ഗൗരിയമ്മയെക്കുറിച്ച് വിളിച്ച മുദ്രാവാക്യം അത്രയും ആഭാസകരമായിരുന്നു. ക്ലാസ് ടീച്ചർ കെ വർഗീസ് സാറായിരുന്നു. വർഗീസ് സാറ് ഈ മുദ്രാവാക്യം, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, ഈ മുദ്രാവാക്യം ജോർജ് വിളിച്ചു എന്ന് പറഞ്ഞാൽ ജോർജിന് അന്ന് ജോർജിൻ്റെ പണി തീർക്കും എന്നുള്ളതുകൊണ്ട് ജോർജ് പരാതി പറഞ്ഞില്ല, ഞാനും പരാതി പറഞ്ഞില്ല. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഇപ്പോഴും എനിക്ക് അതിനൊരു കുറ്റബോധമുണ്ട്. ജോർജ് ഇടയ്ക്കൊരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഞാൻ ജോർജ് ഈ കാര്യം മറന്നുപോയി കാണും. പക്ഷേ എനിക്ക് വളരെ സങ്കടം അന്നും തോന്നുന്നുണ്ട്, ഇന്നും തോന്നുന്നുണ്ട് ജോർജിനെ ഇടിച്ചതിൽ.